ഡൽഹി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങി രാംലീല മൈതാനം. നാളെ 12 മണിക്കാണ് BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. മുഖ്യമന്ത്രിയുടെ പേരില്ലാതെ ക്ഷണക്കത്തുകൾ അയച്ചു തുടങ്ങി. പർവേഷ് വർമ്മ, രേഖ ഗുപ്ത, ആശിഷ് സൂദ് തുടങ്ങിയവരുടെ പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 7-ന് ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷമേ മുഖ്യമന്ത്രി ആരെന്നുള്ള പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. രാംലീല മൈതാനിലാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കാൻ പോകുന്നത്. ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് വേദിയായിട്ടുള്ള മണ്ണാണ് ഈ രാംലീല മൈതാൻ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന വേദി കൂടിയാണ്. ഒരു പ്രത്യേകത കൂടിയുണ്ട് രാംലീല മൈതാനിന്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിക്ക് ജന്മം നൽകി, അതായത് 2011 ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന അണ്ണാ ഹസാരെ നയിച്ച പ്രതിഷേധ റാലിക്ക് വേദിയായിട്ടുള്ള മണ്ണ് കൂടിയാണ് ഈ രാംലീല മൈതാൻ. അങ്ങനെ ഒരു തരത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ജന്മം നൽകിയ മണ്ണ് തന്നെ ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തി വരുന്ന BJP സർക്കാർ അവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനായി ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നാളെ വൈകിട്ട് വലിയൊരു ഗാനമേള, കൈലാഷ് ഖേർ നയിക്കുന്ന ഒരു ഗാനമേള, ആ ഗാനമേളയ്ക്ക് പിന്നാലെയാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് തന്നെ തുടങ്ങാൻ പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതിനു പുറമെ ഒരുപാട് കേന്ദ്രമന്ത്രിമാരും എല്ലാം പങ്കെടുക്കും. ഒപ്പം 20 മുഖ്യമന്ത്രിമാർ, അതിൽ BJPയുടെ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും NDA സഖ്യകക്ഷികളുടെ മുഖ്യമന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. 50ഓളം തന്നെ സിനിമാ താരങ്ങളും ഇൻഡസ്ട്രിയലിസ്റ്റും ഒരുപാട് വ്യാവസായിക ഭീമന്മാരും എല്ലാവരും പങ്കെടുക്കുന്ന വളരെ ബൃഹത്തായിട്ടുള്ള പരിപാടി. 27 വർഷങ്ങൾക്ക് ശേഷം BJP ഡൽഹിയിൽ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ അത് ഏറ്റവും വലിയ രീതിയിൽ ആ സത്യപ്രതിജ്ഞ ചടങ്ങ് ആഘോഷിക്കുക എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഉച്ചയോടുകൂടി തന്നെ, അല്ലെങ്കിൽ അതിന് മുന്നോടിയായി തന്നെ ഈ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകും. പിന്നീട് കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിക്കാൻ പോകുന്നത്. 8 മന്ത്രിമാർ, അത് മുഖ്യമന്ത്രിയും 2 ഉപമുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ 8 മന്ത്രിമാരാണ് നാളെ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴും മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പർവേഷ് ശർമ്മയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്, രേഖ ഗുപ്ത, ശിഖ റോയ്, വിജേന്ദർ ഗുപ്ത, അങ്ങനെ ഒരുപാട് പേരുകൾ ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ അന്തിമ തീരുമാനം വരിക, ഒരു പ്രഖ്യാപനം ഇന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് BJP നിയമസഭാ കക്ഷി യോഗം ചേർന്ന് അതിലായിരിക്കും ആ പേര് പുറത്തു വരിക. പക്ഷേ എല്ലാത്തിൻ്റെയും ഒരു അന്തിമ തീരുമാനം, അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ച്, നരേന്ദ്രമോദിയും അമിത്ഷായും തീരുമാനിച്ച് ആ പേരുകൾ നിയമസഭാ കക്ഷി യോഗത്തിലേക്ക് വരുന്നു. പിന്നീട് അവിടെ അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ, അല്ലെങ്കിൽ BJPയെ, ഡൽഹിയെ അടുത്ത 5 വർഷം വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ തക്കവണ്ണമുള്ള BJPയുടെ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു എയിമോടെയാണ് ഇന്ന് ആ BJP നിയമസഭാ കക്ഷി യോഗം ചേരാൻ പോകുന്നത്. വൈകിട്ടോടുകൂടി തന്നെ എന്തായാലും പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അതിനുശേഷം നാളെ വലിയ ചടങ്ങുകളോടുകൂടി തന്നെ വലിയ ബൃഹത്തായിട്ടുള്ള ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് ഡൽഹി സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. രാംലീല മൈതാനിൽ നിന്നും ഷിജു പട്ടുവത്തിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.